പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്ക് കരിക്കാട്ടൂർ പന്തമ്പട റൂട്ടിലാണ്. ഇന്നുണ്ടായ അപകടമാണ്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഇതുപോലെ ഡിവൈഡറുകൾ തകർത്തുകൊണ്ട് വാഹനങ്ങൾ ഒന്നീ കൂട്ടിയിടിക്കും, അല്ലെങ്കിൽ ഡിവൈഡർ തകർത്തുകൊണ്ട് അവിടെ തടഞ്ഞു നിൽക്കും. ഈ ഡിവൈഡർ ഇതുപോലെ നശിക്കുന്ന ഈ ഒരു 3, 4, 5 മാസമോളം ഇതുപോലെ കിടക്കും. ഈ KSTP റോഡാണ്, KSTP ഗ്യാരണ്ടി റോഡാണ്. ഈ റോഡിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം KSTPക്കുള്ളതാണ്. നമുക്കിത് കഴിഞ്ഞ ദിവസം മണിമലയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു വെയിറ്റ് ഷെഡ് തകർന്ന് ഇപ്പോൾ ഒരു 3-4 മാസമായി. ആ വെയിറ്റ് ഷെഡ് പൂർവ്വസ്ഥിതി സ്ഥാപിച്ചിട്ടില്ല. ഇത് അതുപോലെ ഇപ്പോഴും വളഞ്ഞു കിടക്കുകയാണ്. നമുക്കറിയാം, ഈ റൂട്ടിൽ നിരന്തരം അപകടങ്ങൾ കൂടി വരികയാണ്. അപകടങ്ങൾ നിയന്ത്രിക്കാനോ അത് ബന്ധപ്പെട്ട MPD തയ്യാറാകേണ്ടതാണ്. പോലീസ് പട്രോളിങ്ങും അതാണ് MPDയുടെ ഡിപ്പാർട്ട്മെൻറ്റ് പോലെ വാഹനങ്ങളും ഉണ്ടാകുകയാണെങ്കിൽ ഒരു പരിധിവരെ സ്പീഡ് നിയന്ത്രിക്കാൻ സാധിക്കും. നമുക്കറിയാം, ഇതുപോലുള്ള ഇന്ന് അതിനുണ്ടായ അപകടമാണ്. ഈ റൂട്ടിൽ നിരന്തര അപകടം കഴിഞ്ഞ ദിവസമാണെങ്കിൽ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഏതാണ്ട് കരിക്കാട്ടൂർ ടൗണിനോട് ചേർന്നുള്ള ഇറക്കത്ത് ഒരു 2 വണ്ടി അപകടം ഉണ്ടായി. 2 വണ്ടി അപകടത്തിന് ആളപായം ഉണ്ടായി. അപ്പം നമ്മൾ ഇതുപോലുള്ള ഈ ഡിവൈഡറുകൾ ഒരു പരിധി വരെ നമുക്ക് അപകടം കുറയ്ക്കുന്നുണ്ട്. വാഹനങ്ങൾ പിടിച്ച് നിർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കാറൊക്കെ വരികയാണെങ്കിൽ പോലും ഇടിച്ചു നിൽക്കും. പിന്നെ അല്ലെങ്കിൽ ബസ്സോ അതുപോലുള്ള വലിയ വാഹനങ്ങൾ മാത്രം ഇടിച്ചെങ്കിൽ മാത്രമേ ഡിവൈഡർ തെറിച്ചു പോവുകയുള്ളൂ. അപ്പോൾ ഇത്തരം അപകടങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഈ ഡിവൈഡർ വീണ്ടും പുനഃസ്ഥാപിക്കുവാനും അടിയന്തര നടപടിയെടുക്കണമെന്നാണ് ഉടനടി വാർത്തയ്ക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈൻ ചുങ്കപ്പാറ. ഓക്കെ.